നശിക്കാത്ത ഒന്ന് കൊടുക്കുന്നതാണ് ദീക്ഷ എന്ന് പറയും. അതായത് അപ്പോൾ ഒരു കോഴ്സ് തീർന്നതിന് ശേഷമാണോ ഈ അറ്റോൺമെന്റ് വയ്ക്കുന്നത്? അല്ല, റേക്കിയിൽ അറ്റൂൺമെൻ്റാണ് ആദ്യം. എങ്ങനെയാണ് ഈ ഫീൽഡ് ചൂസ് ചെയ്തത്? ഇറ്റ് ഈസ് നോട്ട് മൈ ചോയ്സ്, റേക്കി ചൂസ് ടു മീ. അപ്പോൾ ഈ പാസ്റ്റ് ലൈഫിലെ അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡിലെ എക്സ്പീരിയൻസസ് പലതും ട്രോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ളത് നമുക്ക് അപ്പം തന്നെ കളയാൻ പറ്റും. കാരണം ഇറ്റ് കംസ് ടു അവർ അവെയർനെസ്. നമസ്കാരം സർ. നമസ്കാരം സർ, എൻ്റെ ഒരു സംശയമാണ്. ഇപ്പോൾ എല്ലാവരും റേക്കിയിൽ അറ്റോൺമെൻറ്റ് എടുക്കുന്നുണ്ട്. ആക്ച്വലി എന്താണ് റേക്കി അറ്റോൺമെൻറ്റ്? അറ്റോൺമെൻ്റ് അല്ല, അറ്റ്യൂൺമെൻറ്റ്. ATTUNEMENT. അറ്റ്യൂൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രപഞ്ച ജീവശക്തിയായിട്ട് അല്ലെങ്കിൽ റേക്കിയിൽ പറയുന്ന പോലെ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായിട്ട് നമ്മുടെ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് കണക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അറ്റ്യൂൺമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആത്യന്തികമായ തലത്തിൽ നോക്കുമ്പോൾ ദർ ഇസ് നോ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ആൻഡ് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് സെപ്പറേറ്റ്. ബട്ട് സിൻസ് വി ഫീൽ ഇറ്റ് ആസ് സെപ്പറേറ്റ്, നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി പോലെ തന്നെ യൂണിവേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി വേറെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു എനർജി നമ്മുടെ സഹസ്രാരത്തിലൂടെ കടന്ന് എല്ലാ ചക്രസിലൂടെയും പോയി നമ്മുടെ ഇടാപിംഗള നാഡികളെ ശുദ്ധമാക്കി കഴിയുമ്പോൾ നമുക്ക് ആ അലൈൻമെൻറ്റ് കുറച്ചുകൂടെ ശക്തമാവും. അങ്ങനെ അത് അസുഖങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും നമ്മുടെ ടോട്ടൽ ഹെൽത്ത് റീഗെയിൻ ചെയ്യും. അതിനുവേണ്ടിയാണ് അറ്റ്യൂൺമെൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ പലരും ഈ ഹീലിങ്ങിന് വേണ്ടി പലരും വിളിക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയും, നിങ്ങളൊന്ന് അറ്റ്യൂൺമെൻറ്റ് എടുക്കുക. 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് 21 ദിവസം അടുപ്പിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഹാൻഡ് പൊസിഷൻസ് ഉണ്ട്, അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ടോട്ടലി അത് മാറും, അസുഖം മാറും. അല്ലെ ഒരു പുതിയ എനർജി, ഒരു പുതിയൊരു എന്താ പറയുക, ഒരു ബാലൻസ് ഒക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ അറ്റ്യൂൺമെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റ് തിയററ്റിക്കൽ പോർഷൻസിനേക്കാളും ഹീലിങ്ങിനേക്കാളും കൂടുതൽ അറ്റ്യൂൺമെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ സാർ. സാർ, ഒരു ഈ അറ്റോൺമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അതൊരു ദീക്ഷ പോലെ തന്നെയല്ലേ? ദീക്ഷയല്ലേ അത്? അതായത് അക്ഷതം, അതായത് നശിക്കാത്ത ഒന്ന് കൊടുക്കുന്നതാണ് ദീക്ഷ എന്ന് പറയും. ശരിക്കും അറ്റൂൺമെൻറ്റ് അത് തന്നെയാണ്. പക്ഷേ എന്നാലും അറ്റൂൺമെൻറ്റ് എന്നുള്ള വാക്കിന് വേറൊരു ഡയമെൻഷനുണ്ട്. അതായത് ഇറ്റ് ഈസ് ട്യൂണിങ് യുവർ സഹസ്രാര, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ട്യൂണിങ് യുവർ ചക്രാസ് ടു ദ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി. ദീക്ഷയിൽ ഒരു ഗുരു അല്ലെങ്കിൽ ആചാര്യൻ ശിഷ്യന് ഇത് കൊടുക്കുമ്പോൾ ശിഷ്യൻ അത് ചാൻറ്റ് ചെയ്യുമ്പോൾ ശരിയാണ്, ആ ഗുരുവായിട്ട് കണക്റ്റഡാണ്. പിന്നെ ഗുരു എന്ന് പറയുന്ന ഒരു വലിയ പരമ്പരയാണ്. അപ്പോൾ ഈ പരമ്പരയുടെ അങ്ങേയറ്റം വരെ സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമ. അപ്പോൾ ഭാരതത്തിൻ്റെ ഗുരുസങ്കല്പം എന്ന് പറഞ്ഞാൽ ദക്ഷിണാമൂർത്തി, വ്യോമവത് വ്യാപ്തദേഹായ, അതായത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയായിട്ടാണ് ഗുരുവിനെ കാണുന്നത്. അപ്പോൾ ആ ശക്തിയായിട്ട് കണക്ഷൻ ഉണ്ടാകുകയാണ് ദീക്ഷയിൽ. റേക്കിയിലും അതുതന്നെ. പക്ഷേ സിൻസ് ഇറ്റ് ഈസ് എ ട്യൂണിങ്, അറ്റ്യൂൺമെൻറ്റ് എന്ന് പറയുന്നതാണ് കുറേ കൂടെ നല്ലത്. പക്ഷേ ദീക്ഷ എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു, ആ മന്ത്രം ഉച്ചരിച്ചു, ജപിച്ചു, ചിട്ടകൾ പാലിച്ചു, അതാണ് ദീക്ഷ. അപ്പോൾ രണ്ടും ഡിഫറൻ്റാണ്. പക്ഷേ എന്നാലും ഒരു സിനോണിമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദീക്ഷ എന്ന് ചില പറയും, ചില അറ്റ്യൂൺമെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട വാക്ക് അറ്റ്യൂൺമെൻറ്റാണ്. അറ്റ്യൂൺമെൻറ്റാണ് കൊടുക്കുന്നത്. ഓക്കെ. അറ്റോൺമെന്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ സംശയമാണ് സർ. ഇപ്പോൾ ഒരു സ്പിരിച്വൽ മാസ്റ്റർ, ഇപ്പോൾ ആ മാസ്റ്ററുടെ ആ പഠിച്ച എല്ലാ അറിവുകളും അവരിലേക്ക് എത്തിക്കുക എന്നല്ലേ പറയുന്നത്? അതായത് അപ്പോൾ ഒരു കോഴ്സ് തീർന്നതിന് ശേഷമാണോ ഈ അറ്റോൺമെന്റ് വെക്കുന്നത്? അല്ല, റേക്കിയിൽ അറ്റ്യൂൺമെൻറ്റാണ് ആദ്യം. അപ്പോൾ എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മെഡിറ്റേഷനുണ്ട്. അത് മെഡിറ്റേഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കൺഡ്യൂസീവ് ഇന്നർ ക്ലൈമറ്റ്, ഒരു ആന്തരികമായ ഒരു കാലാവസ്ഥ, ഇത് സ്വീകരിക്കാനുള്ള കാലാവസ്ഥ സജ്ജമാക്കാനുള്ള ഒരു മെഡിറ്റേഷൻ. അത് മെഡിറ്റേഷൻ വിളിക്കാവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഒരു ബ്ലെസ്സിങ് ആണ്. നമ്മളെല്ലാവരെയും ബ്ലെസ് ചെയ്യുന്നു, നമ്മളെ തന്നെ ബ്ലെസ് ചെയ്യുന്നു, ലോകത്തെ ബ്ലെസ് ചെയ്യുന്നു, യൂണിവേഴ്സിനെ ബ്ലെസ് ചെയ്യുന്നു. ഈ ബ്ലെസ്സിങ് കഴിയുമ്പോൾ ഹീ ഈസ് റെഡി. ഇപ്പം നമുക്ക് ആരെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അവരെ കൂടെ ബ്ലെസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഹീ ഈസ് റെഡി ടു റിസീവ് ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു ഊർജം, അല്ലെങ്കിൽ പ്രാണ എന്ന് തന്നെ പറയണതിന്, ആ പ്രാണ സ്വീകരിക്കാൻ ഈസ് റെഡി ആൻഡ് ഹീ ഈസ് റിസപ്റ്റീവ്. അതിനുശേഷമാണ് അറ്റ്യൂൺമെൻറ്റ് ചെയ്യുന്നത്. അറ്റ്യൂൺമെൻറ്റിന് ശേഷം പിന്നെ മെഡിറ്റേഷൻസും ഹാൻഡ് പൊസിഷൻസൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെയാണ് അതിൻ്റെ റേക്കി ക്ലാസിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ.
ഇപ്പോൾ ഒരു റേക്കി പഠിച്ച് നമ്മളൊരു മാസ്റ്റർ ലെവലിൽ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നാളായിരിക്കണം ഇതിനൊരു സാധന അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ഇത് എത്ര നാളിലുള്ളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിദ്ധി എന്ന് തന്നെ പറയാം, അത് നമ്മൾ എത്ര നാൾ കൊണ്ടാണ് അറ്റൈൻ ചെയ്യുന്നത്? അത് ഡിപ്പെൻസ്. ഇപ്പോൾ ഓരോരുത്തരുടെ ആ ഒരു ഇപ്പോൾ മറ്റു പല ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്നവരുണ്ട്. വേറെ മെഡിറ്റേഷൻ ഫോംസ് ചെയ്തവരുണ്ട്, യോഗ ചെയ്യുന്നവരുണ്ട്, അല്ലെ കളരി, അങ്ങനെ പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ളവരുണ്ട്. അവർക്ക് കുറേ കൂടെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ആദ്യം വെക്കുന്ന 3 days ക്ലാസ്സാണ്. 3 daysൽ ഫസ്റ്റും സെക്കൻഡും കൊടുക്കും, ഒരു ദിവസം ഫോളോ അപ്പ്, അങ്ങനെയാണ് 3 days എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ജീവിത രീതിയും ബാലൻസും ആരോഗ്യമൊക്കെ കിട്ടുന്നവരുണ്ട്. ചിലർക്ക് പിന്നെ കൂടുതൽ സമയം കൊടുക്കണം. മറ്റു പല ഫിസിക്കൽ എയിൽമെൻറ്റ്സ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുള്ളവർക്ക് ഇറ്റ് വിൽ ടേക്ക് മച്ച് മോർ ടൈം. അവർക്ക് വരാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും വരാം. വന്നു കഴിഞ്ഞാലും നമ്മൾ ആൻസർ ചെയ്യും. ഫോണിൽ കൂടെ നമ്മൾ ഇന്നലെ തന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞു, ഫോണിൽ കൂടെ സംശയങ്ങൾ തീർക്കും. പിന്നെ ഞങ്ങൾക്ക് ഗ്രൂപ്പ്സ് ഉണ്ട്, ഈ മാസ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പും ഉണ്ട്, അല്ലാത്തവരുടെ ഗ്രൂപ്പും ഉണ്ട്. അതിലവർ മെമ്പേഴ്സാവും, ക്ലാസ് കഴിഞ്ഞാൽ മെമ്പേഴ്സാവും. അപ്പോൾ അവർക്ക് ഗ്രൂപ്പിൽ തന്നെ ഇട്ട് ചോദ്യങ്ങൾ ചോദിക്കാം, നമ്മൾ മറുപടി പറയും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. സാറിൻ്റെ ഇപ്പോൾ നമ്മൾ അറിയാം, കൊച്ചിയിൽ വെച്ചിട്ട് റേക്കി മാസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ സാർ അത്യാവശ്യം വളരെയധികം ഫേമസ് ആണ്. റേക്കി ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ പ്രൊഫഷനും അതുതന്നെയാണ്. എങ്ങനെയാണ് സാർ റേക്കിയിൽ ഇത്രയധികം ഇൻട്രസ്റ്റോടു കൂടി, ഇത്രയധികം ഡെഡിക്കേഷനോട് കൂടി സാർ അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ നമുക്ക്, എങ്ങനെയാണ് ഈ ഫീൽഡ് ചൂസ് ചെയ്തത്? ഇറ്റ് ഈസ് നോട്ട് മൈ ചോയ്സ്, റേക്കി ചൂസ് ടു മീ. ഓക്കെ. അപ്പോൾ ഒരിക്കലും നമ്മൾ പലരും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഗുരുവായിട്ടുള്ള ചിന്മയാനന്ദ സ്വാമിജി, അദ്ദേഹത്തെ 1987 തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ പേഴ്സണലായിട്ട് ഇതുപോലെ ഇരുന്ന് കാണുന്നു. അത് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ വളരെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രഭാഷണം ഞാൻ 2ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കേട്ടത് ഇപ്പോഴും ഓർക്കുന്നു. 25 പൈസയുടെ കടലയും മേടിച്ച് കയ്യിലിങ്ങനെ വെച്ച് തിരുനക്കര മൈതാനത്ത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം, ആ ഒരു അത്യുജ്വലമായ ഗംഗാപ്രവാഹത്തിന് മുമ്പിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കടല വെച്ചുകൊണ്ടിങ്ങനെ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ട് കഴിഞ്ഞ് ചെറിയ മഴയുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഈ കടല മുഴുവൻ നനഞ്ഞു കുത്തുന്ന എൻ്റെ കയ്യിലിരിക്കുകയാണ്. അദ്ദേഹത്തിന് അത്രമാത്രം അബ്സോർബ്ഡായി, അത്രത്തോളം ഞാൻ ലയിച്ചു പോയി. പിന്നെ അദ്ദേഹത്തെ കാണണമെന്നും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഞാനിങ്ങനെ വിളിക്കുകയും പറയുകയും, പിന്നെ ലെറ്റേഴ്സ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അദ്ദേഹം 6 ലെറ്റർ അയച്ചാലും തിരിച്ച് റിപ്ലൈ അയക്കും. അങ്ങനെ ഒരു ലെറ്റർ അയച്ചു, ഞാൻ സ്വാമിജി എനിക്ക് നേരിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞ് അദ്ദേഹം കോട്ടയത്ത് തന്നെ വന്നപ്പോൾ, വർഷങ്ങൾക്ക് ശേഷമാണ്, എനിക്ക് 23 വയസ്സേ ഉള്ളൂ. അന്ന് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കുക, തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കുക. കാണുമെന്ന് പറഞ്ഞു. അപ്പം ലെറ്ററിൽ ഞാൻ ഒരു സ്റ്റോറി പോലെ ഒരു സംഭവമൊക്കെ എഴുതി. അന്ന് ഞാൻ നന്നായിട്ട് എഴുതുമായിരുന്നു, ഇന്നും അത് കേട്ടോ. ഒരു സ്റ്റോറി പോലെ, ഒരു കവിത പോലെ സംഭവമൊക്കെ എഴുതി അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അപ്പം അദ്ദേഹം എഴുതി, യു ക്യാൻ കം ടു, അദ്ദേഹം ചിങ്ങവനത്ത് ഇലക്ട്രോ കെമിക്കൽസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, അതിൻ്റെ ഗസ്റ്റ് ഹൗസിൽ താമസമുണ്ട്. അപ്പം ഞാൻ ഈ ലെറ്ററുമായിട്ട്, ഇഫ് യു ബ്രിങ് ദിസ് ലെറ്റർ ഐ ക്യാൻ ക്വിക്ക്ലി പ്ലേസ് യു എന്ന് അദ്ദേഹം എഴുതിയിരുന്നു. അപ്പോൾ അതുമായിട്ട് ഞാൻ അവിടെ ചെന്നു. വലിയ ആൾക്കാരൊക്കെ ഇരിക്കുക, ടി കെ ജി നായർ, ടി വി അക്ഷണ, ഇങ്ങനെ മനോരമയുടെ വലിയ ആൾക്കാരാണല്ലോ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അവിടെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിൽ, ഭാഗ്യത്തിൻ്റെ ഇത് ചെയറുണ്ടായിരുന്നു, പക്ഷേ ചെയർ ഞാൻ ഇരുന്നില്ല, അതിൻ്റെ പുണ്യം. അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിലിരുന്നു. അദ്ദേഹം ആ സ്റ്റോറി മുഴുവൻ എന്നെക്കൊണ്ട് വായിപ്പിച്ചു. അപ്പോൾ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകിയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു മഹാഗുരുവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്കത് അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. പിന്നെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ തന്നെ ചേർന്ന് 3 വർഷം വേദാന്തം പഠിക്കാനും ഒക്കെ എനിക്ക് പറ്റി. അതാണ് അതിൻ്റെ ഇത്. ചോദ്യം എന്തായിരുന്നു? എങ്ങനെയാണ് റേക്കി ചൂസ് റേക്കി എന്ന് പറഞ്ഞ പോലെ അതാണ് നമുക്ക് പലതും തിരഞ്ഞെടുക്കാം. നമ്മുടെ ചിന്തകളെ നമുക്ക് തിരഞ്ഞെടുക്കാം, നമ്മുടെ ജോലി നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ അല്ല ശരിക്കും സ്പിരിച്വലായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ആ ദൈവികതയുമായിട്ട് കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ചോയ്സ് അല്ല. ഒരുപക്ഷെ നമുക്ക് പറയാം അത് കാർമികമായിട്ടുള്ള പാറ്റേണിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറയാം. സംസ്കാരം തന്നെയാണത്. പക്ഷേ ആ സംസ്കാരം എത്തി നോക്കുന്ന ചില ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അങ്ങനെ എത്തി നോക്കിയതാണ് ചിന്മയാനന്ദ സ്വാമിജിയെ ഞാൻ. അങ്ങനെ ഒരുപക്ഷെ ഞാൻ എത്തി നോക്കിയപ്പോൾ എന്നെ ചാടി പിടിച്ചതാവാം റേക്കി. പക്ഷേ ദർ ഇസ് നോ ലുക്കിംഗ് ബാക്ക്. റേക്കി ഞാനുമായിട്ടുള്ള ബന്ധം. അപ്പോൾ അത്ര ചെറിയ പ്രായം തൊട്ടിട്ടേ സാറ് റേക്കി പഠിക്കുന്നുണ്ട്? 23 വയസ്സിലൊന്നും റേക്കിയിലേക്ക് വന്നില്ല. റേക്കി ഞാൻ സ്പിരിച്വാലിറ്റിയിലാണ് അപ്പോൾ കടന്നിരിക്കുന്നത് ആ പ്രായം. അപ്പോൾ സ്പിരിച്വാലിറ്റി, ടോട്ടൽ സ്പിരിച്വാലിറ്റി.
അപ്പോൾ 23 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ മറ്റു പല കോഴ്സുകൾക്കും പോയി. അപ്പോഴൊക്കെ എന്നിൽ ഈ ഫയർ, ഈ നമ്മുടെ ഇതിൽ പറയും നച്ചികേതാഗ്നി എന്ന് പറയും, കഠോപനിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അതായത് ആർട്സ് ടു നോ, ആർട്സ് ടു ഗെറ്റ് ഔട്ട് ഓഫ് സംതിങ് വിച്ച് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്, എന്താണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ എന്തിൽ നിന്നോ പുറത്ത് കിടക്കാനുള്ള ആ ഒരു അഭിവാഞ്ച, അത് കണ്ട ഗുരുക്കന്മാർക്കൊക്കെ തിരിച്ചറിയാൻ പറ്റി. അവരതിൽ നിന്ന് മേ ബി ഞാനിപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടന്നു, ആ പ്രോബ്ലത്തിൽ നിന്നൊക്കെ പുറത്ത് കിടന്ന് എനിക്ക് മറ്റുള്ളവർക്ക് വഴി കാണിക്കാനുള്ള ഒരു ലൈറ്റ് ആൻഡ് ടു അവർ സെൽഫ് എന്ന് പറയുമല്ലോ, അത് കാണിക്കാനുള്ള ഭാഗ്യം അതാണ്. അവരുടെയൊക്കെ കൃപ, അനുഗ്രഹം എന്നല്ലാതെ ഒന്നും പറയാനില്ല. റേക്കിയിൽ എപ്പോഴാണ് അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് കയറുന്നത്? ആക്ച്വലി ഞാൻ കുറച്ചു കാലം ഗൾഫിലുണ്ടായി, ഞാൻ വൈഫും ഗൾഫിലായിരുന്നു. തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് മനോരമയിൽ, കോട്ടയത്ത് മലയാള മനോരമയിൽ അവരുടെ EDP ഡിപ്പാർട്ട്മെൻറ്റിൽ, ഞാൻ കമ്പ്യൂട്ടർ ക്വാളിഫൈഡാണ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പഠിച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻസ്. അപ്പോൾ EDP ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് കാലം വർക്ക് ചെയ്യാനിടയായി. ആ സമയത്ത് ഞങ്ങൾക്ക് ധാരാളം ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. മനോരമ എങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് ട്രെയിനിങ് പ്രോഗ്രാംസ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഓരോരുത്തർ വന്ന് എടുക്കുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ബൈക്കുണ്ടായി, എനിക്ക് ഒരുപാട് നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കും. ഇത്രയധികം എക്സ്പീരിയൻസസിലൂടെ ഞാൻ കടന്നു. ആ സമയത്ത് ഹിമാലയത്തിലും പോയിട്ടുണ്ട്. അതിന് മുമ്പ് മനോരമ ജോയിൻ ചെയ്യുന്നു, ഹിമാലയത്തിൽ കുറേ നാൾ താമസിച്ചിട്ടുണ്ട്, വലിയ ഋഷിവര്യന്മാരെ കണ്ടിട്ടുണ്ട്, അവരുമായിട്ട് പല സംവദിച്ചിട്ടുണ്ട്. അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. അപ്പോൾ അങ്ങനെ വന്നു. ഈ മനോരമയിൽ വെച്ചാണ് ശരിക്കും എനിക്ക് റേക്കിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നും, പിന്നെ എനിക്കും ഞാൻ ഫാമിലി ലൈഫിൽ പ്രവേശിച്ചു. അപ്പോൾ ഈ കുറച്ച് സ്പിരിച്വലായിട്ട് കുറച്ച് അധികം വളർന്നവർക്ക് ഫാമിലി ലൈഫ് ചിലപ്പോൾ ക്ലാഷസ് ഉണ്ടാകും, എമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാകും. അതുണ്ടായി എനിക്ക്. അപ്പോൾ ഞാനോർത്ത് ഐ ഹാവ് ടു സോൾവ് ദീസ് തിങ്സ്. ഇത്രയും സ്പിരിച്വൽ നോളജ് ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ റേക്കി മാസ്റ്റർ അപ്രോച്ച് ചെയ്തത്. വില്യം ലീ റാൻഡിനെ കണ്ടു, അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് ശിഷ്യരിയിൽ നിന്ന് ഞാൻ റേക്കി മാസ്റ്റർഷിപ്പ് എടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ദർ വാസ് നോ ലുക്കിംഗ് ബാക്ക്. പിന്നെ ഞാൻ എൻ്റെ മാസ്റ്റർഷിപ്പ് എടുത്തു, ഗ്രാൻഡ് മാസ്റ്റർഷിപ്പ് എടുത്തു. അപ്പോഴാണ് എനിക്ക് 4 പേരെ അറിയണമല്ലോ, നമ്മളിങ്ങനെ റേക്കി എടുത്ത് പഠിപ്പിക്കാൻ റെഡിയാണ്. അതിനുവേണ്ടി പുസ്തകം എഴുതി, റേക്കി എന്ന് പറഞ്ഞ് അപരിമേയമായ ഊർജ്ജപ്രവാഹം റേക്കി എന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതി. അപ്പോൾ അതിൽ നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേരൊക്കെ വിളിക്കാൻ തുടങ്ങി. ഒരുമാതിരി നോണായി, ഇങ്ങനെ ഒരാളുണ്ടെന്ന്. പിന്നെ എറണാകുളത്ത് 22 വർഷം മുമ്പ് എറണാകുളത്ത് വരുമ്പോൾ ഒരു വെബ്സൈറ്റ്, എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, അദ്ദേഹം വെബ്സൈറ്റൊക്കെ ഡെവലപ്പ് ചെയ്യുക, നന്നായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ അത് കൂടുതൽ വിദേശികളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ വിദേശികൾക്ക് കൂടുതലായിട്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ നാട്ടുകാർ കൂടുതൽ പേര് വരാൻ തുടങ്ങി. അങ്ങനെ 1500-ൽ പരം ഇൻ്റർനാഷണലി, ലോകം മുഴുവനായിട്ട് 1500-ൽ പരം ആൾക്കാർക്ക് റേക്കി അറ്റൂൺമെൻറ്റ് കൊടുക്കാനും കുറച്ചൊക്കെ അവർക്ക് സുഖപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവരുടെ ചില, ന്യൂയോർക്കിൽ തന്നെ ഒരു ലേഡി, അവർ ഒരു സെൻറ്റർ ഇട്ട് സക്സസ്ഫുള്ളായിട്ട് പ്രവർത്തി, ഇടയ്ക്ക് ഇമെയിൽ സന്ദേശങ്ങൾ വരാറുണ്ട്, അവർ പോകുന്നു. അങ്ങനെ പലയിടത്തും, ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ എൻ്റെ സ്റ്റുഡൻസ് വളരെ നന്നായിട്ട് പോകുന്ന ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്. സർ, ഞാൻ കേട്ടിട്ടുണ്ട് റേക്കിയിൽ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എങ്ങനെയാണ് സർ ഈ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് പ്രാവർത്തികമാക്കുന്നത്? ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്യുന്നത് നമ്മൾ അടുത്തിരുന്ന് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ ദ തിങ് ഈസ്, ദൂരെ ഇരിക്കുന്ന ആളുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ദൂരെ ഇരിക്കുന്ന ആളെ നമ്മൾ ആ രൂപം ഓർത്തുകൊണ്ട് ഒരു സിമ്പലുണ്ട്, റേക്കിയിൽ ഒരു സിമ്പലുണ്ട്, അത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ചിട്ട്, പിന്നെ ഒരു സിമ്പലോടെ കൊടുത്തിട്ട് കൈ ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട്, കൈ ഇങ്ങനെ എന്ന് വെച്ചാൽ മറ്റേ എന്തെങ്കിലും ഒരു തരിപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഫിംഗേഴ്സിൽ. അപ്പോൾ ഇത് ഒരു സിമ്പിളും യൂസ് ചെയ്യാതെ വെറുതെ ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് പോകുന്നിടത്ത്, അല്ലെ ചിന്ത പോകുന്നിടത്ത് എനർജി സഞ്ചരിക്കും. അത് ക്വാണ്ടം സയൻസാണ്. ക്വാണ്ടം സയൻസിൻ്റെ അടിസ്ഥാന തിയറി അതാണ്. അപ്പം നമ്മളൊരു സിമ്പിളൂടെ അഡീഷണലായിട്ട് കൊടുക്കുകയാണ്. ആ സിമ്പിളിലൂടെ അത് കൂടുതൽ ശക്തമായിട്ട്, ഇപ്പോൾ പ്ലെയിൻ പറക്കുമ്പോൾ അതിൻ്റെ വിങ്സും ശരിക്കും ഫ്യൂവലിൻ്റെ ഇതുകൊണ്ടാണത് മുമ്പോട്ട് പോകുന്നത്. ഇങ്ങോട്ടൊരു ഫോഴ്സ് വരുമ്പോൾ ദർസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അങ്ങോട്ട് പോകും. പക്ഷേ ഇതിന് അഡീഷണലായിട്ട് ഈ ഫ്ലയേഴ്സും അതും ഇതുമൊക്കെ വെച്ചിട്ട് കുറേ കൂടെ പവർഫുൾ ആക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. സിമ്പിളോട് കൊടുക്കുമ്പോൾ ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യും, കറക്റ്റ് ആ ലക്ഷ്യത്തിൽ തന്നെ എത്തുകയും അത് ഹീൽ ചെയ്യുകയും ചെയ്യും. അതാണ് ഡിസ്റ്റൻറ്റ് ഹീലിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്റ്റൻറ്റ് ഹീലിങ്ങിൽ ഇരിക്കുന്ന വ്യക്തി അവെയർ ആയിരിക്കണമല്ലോ, ഞാൻ ഈ പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണെന്ന്. അപ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഞാനെപ്പോഴും ഡിസ്റ്റൻറ്റ് ഹീലിങ്ങിന് അവരോട് പറയുന്നത്, ഇപ്പം ഞാൻ ചെയ്യുന്ന 15 മിനിറ്റ് ആണെങ്കിൽ, 20 മിനിറ്റ് ആണെങ്കിൽ, അരമണിക്കൂറാണെങ്കിൽ, യു ജസ്റ്റ് റിലാക്സ്, വെറുതെ റിലാക്സ് ചെയ്ത് ഒരു 5-6 പ്രാവശ്യം നമ്മൾ ശ്വാസം ഇങ്ങനെ എടുത്തു വിട്ടിട്ട് റിലാക്സായിട്ട് കസേരയിലോ അല്ല കിടക്കുക. പിന്നെ കുറേ കഴിഞ്ഞാൽ അവരറിയണമെന്ന് പോലുമില്ല.
അറിയാതെ തന്നെ നമുക്ക് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്തോളും, കുഴപ്പമില്ല. സാർ അതേപോലെ ഈ റേക്കി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഒത്തിരി പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഇത് പ്രാക്ടീസ് ആ ഒരു സാധന ലെവലിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് പാസ്റ്റ് ലൈഫിലുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളത് സത്യമുണ്ടോ അതിൽ? തീർച്ചയായിട്ടും പാസ്റ്റ് ലൈഫ് നമുക്ക് എസ്പെഷ്യലി ഈ റേക്കി അറ്റ്യൂൺമെൻ്റ് എടുക്കുമ്പോൾ തന്നെ, റേക്കി അറ്റ്യൂൺമെൻ്റ് എസ്പെഷ്യലി മാസ്റ്റർ ലെവലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒത്തിരി കടന്നു വരും. ഗുഡ് മെമ്മറീസും വരും, നെഗറ്റീവ് മെമ്മറീസും വരും. അപ്പോൾ വി ആർ ലേണിങ്. ഇപ്പോൾ മാസ്റ്റർഷിപ്പിലൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരാൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ എല്ലാം പഠിക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ പാസ്റ്റ് ലൈഫിലെ അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡിലെ എക്സ്പീരിയൻസസ് പലതും ട്രോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ളത് നമുക്ക് അപ്പം തന്നെ കളയാൻ പറ്റും. കാരണം ഇറ്റ് കംസ് ടു അവർ അവെയർനെസ്. അവെയർനെസ് ഈസ് എ ലൈറ്റ്. ഒരു സൂര്യനെ പോലെ കത്തി നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ അവെയർനെസ് എന്ന്. അതിലേക്ക് വരുന്നതെല്ലാം ഇമ്മീഡിയറ്റ്ലി ഗെറ്റ് ബേൺഡ്. അതാണ് അവെയർനെസ്സിൻ്റെ പ്രത്യേകത. അങ്ങനെ ഒരു അവെയർനെസ്സിൻ്റെ ഒരു തലം റേക്കി തരുന്നുണ്ട്. അപ്പോൾ അത് പാസ്റ്റ് ലൈഫായിട്ടൊക്കെ പാസ്റ്റ് ലൈഫ് ബേബി പാസ്റ്റ് ലൈഫിൽ വിശ്വസിക്കുന്നവർക്കാണെങ്കിൽ പാസ്റ്റ് ലൈഫിലുള്ളതും കടന്നു വരാം. പാസ്റ്റ് ലൈഫിലുള്ള പല കാര്യങ്ങളും പിന്നെ അങ്ങനെ പല മെക്കാനിസങ്ങളിലൂടെ ഉള്ളത് നമുക്ക് വരാം, ഈ ജന്മത്തിലുള്ളത്. പിന്നെ നമ്മൾ ഈ ജന്മത്തിൽ സോൾവ് ചെയ്ത പ്രശ്നങ്ങൾ മതി നമുക്ക്, അല്ലാതെ പാസ്റ്റ് ലൈഫിലേക്ക് ഇപ്പോൾ ആർക്കാ പോകാൻ പറ്റും. പിന്നെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഉണ്ട്, റേക്കി ചിലത് യൂസ് ചെയ്യുന്നത്, അതിനൊരു സിമ്പലുണ്ട്, അത് പാസ്റ്റ് ലൈഫിലേക്ക് പോയി. പിന്നെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ്റെ ഒരു പ്രോബ്ലമായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് പലതും അറിയണ്ടാത്ത പലതും നമ്മൾ അറിയും. അപ്പോൾ അത് കൂടുതൽ ട്രോമ ഉണ്ടാക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്തതിനൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾ ഈ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് ശരിക്കും പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള കാര്യം. ഈ റേക്കി പഠിക്കുന്ന പലരിലും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, അപ്പോൾ അതൊരു നെഗറ്റീവ് സൈഡ് തന്നെയല്ലേ റേക്കിയുടെ? ഇല്ല, പ്രശ്നം ഉണ്ടാകുന്നില്ല. കാരണം ദേ ആർ ഹീലിംഗ് ഇറ്റ്, ദേ ആർ ബേണിങ് ഇറ്റ് ഔട്ട്. അവരത് അതിൽ നിന്ന് മുക്തരാകുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇറ്റ് ഡസൻറ്റ് ക്രിയേറ്റ് എ പ്രോബ്ലം ഫോർ ദം. അപ്പോൾ ശരിയായിട്ടുള്ളൊരു മാസ്റ്ററിൻ്റെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള പ്രാക്ടീസും എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വേണം. അതുകൊണ്ടാണ് പലരും എന്നോട് ഇന്നലെ തന്നെ ഒരാൾ മെസ്സേജ് അയച്ചു, സാർ ഓൺലൈൻ ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ ഒരിക്കലും ചെയ്യാത്തത്. ഓൺലൈൻ അറ്റ്യൂൺമെൻറ്റും ഓൺലൈൻ ക്ലാസ്സും എഫക്റ്റീവ് അല്ല. എത്രയോ പേര് ഓൺലൈനായിട്ട് പഠിച്ചിട്ട് എൻ്റെ അടുത്ത് രണ്ട് വിളിച്ചിട്ട്, സാറേ ഞങ്ങൾ കണ്ണടച്ചുകൊണ്ടിരുന്നോളാൻ പറഞ്ഞു. എന്താ സംഭവിച്ചതെന്ന് അറിയാമല്ലോ, എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ അവർ സർട്ടൻ പീപ്പിൾ അവർ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്, നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റേക്കിയുടെ ഓൺലൈൻ അറ്റോൺമെൻറ്റ് വർക്കൗട്ട് അല്ലെന്നുണ്ടെങ്കിൽ അപ്പോഴെങ്ങനെയാണ് റേക്കിയുടെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് വർക്കൗട്ട് ആവുന്നത്? അത് വർക്കൗട്ട് ആവും. ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഈസ് ഹീലിംഗ്, ഇറ്റ്സ് നോട്ട് അറ്റ്യൂൺമെൻറ്റ്. ഹീലിംഗ് ആണ്. ഹീലിംഗ് വർക്ക്. ഇപ്പോൾ തന്നെ ഗായത്രി ഞാൻ ഇങ്ങനെ കൈ വെച്ചപ്പോൾ ഗായത്രിക്ക് അത് യു ഫെൽറ്റ് ഇറ്റ്. പക്ഷെ ഞാൻ അടുത്താണ് ഇരിക്കുന്നത്. അടുത്താണ്, പക്ഷെ ദൂരെയാണ്. നമുക്ക് ചില സിമ്പിൾസ് ഉണ്ട്, ചില മെക്കാനിസംസ് ഉണ്ട്, ചില സിമ്പിൾസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എത്ര ദൂരം വേണം. അതാ പറഞ്ഞത് ക്വാണ്ടം സയൻസിൻ്റെ ബേസിക് തിയറിയാണ്. അങ്ങനെ പോവും, അങ്ങനെ ട്രാവൽ ചെയ്യും. കാരണം എനർജി വെൻ ഇറ്റ് ട്രാവൽസ് ഇൻ ക്വാണ്ടം ഇൻ അങ്ങനെ പോകുമ്പോൾ ഇറ്റ് ഹാസ് നോ ടൈം ആൻഡ് സ്പേസ്. ടൈം സ്പേസ് ബാരിയറിനെ അതിജീവിക്കുക ആ എനർജി. ഈ ലോജിക്ക് അപ്പോൾ അതിൽ ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തുകൊണ്ട് അറ്റോൺമെന്റിൽ നടക്കുന്നില്ല? അറ്റോൺമെന്റിൽ നടക്കില്ല എന്നല്ല പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആസ് എഫക്റ്റീവ് ആസ് ഓഫ്ലൈൻ. കാരണം ഒരു ആചാര്യനിൽ നിന്നും നമ്മൾ നേരിട്ട് അത് നമ്മുടെ ഷോൾഡറിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഹെഡിൽ ടച്ച് ചെയ്യുന്നുണ്ട്, കയ്യിൽ ടച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ. ഇപ്പോൾ പലർക്കും പല പ്രശ്നങ്ങളുള്ളവരാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്, കാരണം ഒരു സോർട്ട് ഓഫ് കൗൺസിലിങ്, സോർട്ട് ഓഫ് ഇൻറ്ററാക്ഷൻ അതിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാൻ എപ്പോഴും നല്ലത് ഡയറക്റ്റായിട്ട് വന്ന് ഒരു ഗുരു എന്നൊന്നും പറയുന്നില്ല, റേക്കി മാസ്റ്ററുടെ അടുത്ത് വന്ന് പഠിക്കുന്നതാണ് എപ്പോഴും അഭികാമ്യം. അതാണ് നല്ലത്. ശരിയാണ്. ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്നത്, ഇപ്പോൾ ഓൺലൈനിലാണെങ്കിൽ ഇപ്പോൾ റേക്കി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതമായി മാസ്റ്റർ ലെവലിൽ തന്നെ നിൽക്കുന്ന ഒത്തിരി ഗുരുക്കന്മാർ ഇപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇവരിൽ പലവരും ചെയ്യുന്നത് ഓൺലൈനിലൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക, അറ്റോൺമെൻ്റ് എല്ലാം ഓൺലൈൻ വഴി നൽകുക, ക്ലാസ് ഓൺലൈൻ വഴി നൽകുക, ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു ട്രെൻഡ്. അപ്പോൾ ഇതിൽ പകുതിയും തട്ടിപ്പെന്നുള്ളൊരു രീതിയിലേക്ക് തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഒന്നും തട്ടിപ്പല്ല. കാരണം ഇറ്റ് ഈസ് ദെയർ കൺവിക്ഷൻ, അവരുടെ ബോധ്യമായിരിക്കാം. പക്ഷേ ആ ബോധ്യം വെച്ച് ഇവർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ ക്ലയൻറ്റിൻ്റെയും ബോധ്യമായിരിക്കും, എല്ലാം ഓൺലൈനല്ലേ, ഓൺലൈൻ ബിസിനസ്, ഓൺലൈൻ എല്ലാം ഓൺലൈൻ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നവർ വിശ്വസിക്കുന്നു.
പക്ഷേ അത് ഡസൻറ്റ് അത് അപ്പോൾ ഈ റേക്കിലേക്ക് പഠിക്കാൻ വരുന്ന ആൾക്കാർ ഇപ്പോൾ സാറ് പറയുന്നു, ഇപ്പോൾ ഏതൊരു വിദ്യയാണെങ്കിലും നമ്മൾ ഗുരുമുഖത്ത് നിന്ന് ഡയറക്റ്റ്ലി എടുക്കുന്നതിൻ്റെ അത്രയും ഒന്നും എവിടെയും വരുന്നില്ല. അത് സത്യാവസ്ഥ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ് വിശ്വസിക്കപ്പെട്ട് വരുന്ന ചില കൂട്ടം ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ഇവരിൽ വർക്കൗട്ട് ആവുന്നത് ഇവരുടെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഹാലൂസിനേഷൻ ആണോ? അല്ല, ഹാലൂസിനേഷൻ്റെ ഒരു ആസ്പെക്ട് റേക്കിലില്ല. ഇല്ല, പലവരും. പക്ഷെ അവരുടെ ഡെല്യൂഷൻ, അവരുടെ ആ ഒരു ധാരണ. കാരണം ചിന്മയാനന്ദ സ്വാമിജി തന്നെ പറയുന്ന പോലെ ഇഫ് യു കനോട്ട് apprehend a thing, there is an indication of misapprehension. ഒരു കാര്യത്തെ നമ്മൾ ശരിയായി ധരിച്ചില്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാവാം എന്ന് പറഞ്ഞ പോലെ അതുണ്ടാക്കാൻ പറ്റും. അപ്പോൾ മാർക്കറ്റിങ്ങിൽ പറയും ഐദർ യു കൺവിൻസ് ഓർ കൺഫ്യൂസ്. ക്ലയൻസിനെ കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിൽക്കാം. അപ്പോൾ അങ്ങനൊരു ഇത് മാർക്കറ്റിങ്ങിന് ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ റേക്കി. അത് ശരിക്കും എൻ്റെ അടുത്ത് വരുന്ന പല അറിഞ്ഞു കേട്ടും പറഞ്ഞു കേട്ടും വായിച്ചു കേട്ടും കണ്ടു കേട്ടും വരുന്നവരാണ്. അതാണ് അതിൻ്റെ ശരിയായ വഴിയെന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. കാരണം ഞാനിവിടെ ഉണ്ടേ എന്ന് പറയണ്ടേ, അതിനു വേണ്ടി ഞാൻ സാറിനോട് ഇത് ചോദിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അതും റേക്കിയിൽ തന്നെ. പല അറിയപ്പെടുന്ന പല ഫെമിലിയർ ആയിട്ടുള്ള റേക്കി മാസ്റ്റേഴ്സും ഓൺലൈൻ ക്ലാസ്സുകൾ വെച്ചിട്ട് ഒത്തിരി സ്റ്റുഡൻസ് ഒരു യൂട്യൂബ് ചാനൽ കൂടി ഉണ്ടെങ്കിൽ ഒത്തിരി പേര് ജോയിൻ ആവുന്നുണ്ട്. ജോയിൻ ആയി കഴിഞ്ഞാൽ ഇവർ തോന്നുന്ന ഫീസുകൾ വാങ്ങിക്കുന്നതും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പിലൊക്കെ ഈ ക്ലയൻസ് എന്ന് അവകാശപ്പെടുന്ന ഇവർ പറയുന്നത് വലിയ മിറാക്കിൾസ് ഒക്കെയാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നു എന്നാണ് അവർ പറയുന്നത്, ഈ ഓൺലൈൻ വഴി തന്നെ. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് അവരിൽ സ്വയം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഹാലൂസിനേഷൻ ആയിക്കൂടെ എന്ന്. ഇപ്പം നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നമുക്ക് സ്വയം ഒരു റേക്കി അല്ലെങ്കിൽ പോലും നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും നമ്മുടെ ഒരു മാനിഫെസ്റ്റേഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് അത് നടക്കുമെന്നുള്ളതാണ്. അപ്പം ഇത് തന്നെയല്ലേ അതിലും നടക്കുന്നത്. അപ്പം ഇതിൽ ഒത്തിരി തട്ടിപ്പെന്നുള്ളൊരു രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നൊരു സംശയം. അല്ല, ഇപ്പം നമുക്ക് 100% കൺവിക്ഷൻ ഉള്ള ഒരു കാര്യം ചെയ്യുന്നത് വേറൊരാൾ തട്ടിപ്പെന്ന് പറഞ്ഞാലും തട്ടിപ്പാവുന്നില്ല. അങ്ങനെ അപ്പോൾ പിന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഓൺലൈനായിട്ട് അറ്റോൺമെൻറ്റോ ക്ലാസ്സോ കൊടുക്കില്ല. അതെൻ്റെ പേഴ്സണൽ മാറ്ററാണ്, എൻ്റെ പേഴ്സണൽ ചോയ്സാണ്, എൻ്റെ കൺവിക്ഷനാണ്. അല്ലാത്തൊരു കൊടുക്കുന്നുണ്ടാവാം, ഒരു പക്ഷേ എഫക്റ്റീവ് ആവുന്നുണ്ടാവാം, പക്ഷേ ഇറ്റ്സ് നോട്ട് ഹലൂസിനേഷൻ. ഇപ്പോൾ രോഗം തന്നെ ഹലൂസിനേഷനാണ്. എല്ലാ രോഗങ്ങളും ഞാൻ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ മിത്ത്. രോഗാവസ്ഥ എന്ന് പറയുന്ന ഒരു ടെമ്പററി, ഒരു ട്രാൻഷ്യൻ കണ്ടീഷനാണ്. അതൊരു റിയൽ അവസ്ഥയല്ല. റിയൽ ആയിട്ടുള്ളത് നമ്മുടെ ഹെൽത്താണ്, നമ്മുടെ ബാലൻസാണ്. പിന്നെ അത് കളഞ്ഞു കുളിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അയ്യോ ആ പ്രശ്നം, ഈ പ്രശ്നം, മറ്റേ പ്രശ്നം, മറിച്ച പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളൊരാളെ അപ്രോച്ച് ചെയ്യുന്നത്. അത് നേരിട്ട് വരുമ്പോൾ കിട്ടുന്നൊരു എഫക്റ്റ് ഓൺലൈനിൽ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. കിട്ടുന്നില്ല എന്നേ പറഞ്ഞു. ഓൺലൈനായിട്ട് വരുമ്പോൾ ഇതുപോലെ കസേരയിലിരിക്കുന്നു, ഓൺ ടേബിളിൽ നമ്മളിരിക്കുന്നു, സംസാരിക്കുന്നു, മറ്റു പല ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നു, സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് യൂസ് ചെയ്യുന്നു, ഒപ്പം തന്നെ റേക്കി ഹീലിങ്ങും അറ്റൂൺമെൻറ്റും എല്ലാം കൊടുക്കും. അത്രത്തോളം എഫക്റ്റീവ് ആവില്ല ഓൺലൈൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് പേഴ്സണലി ഐ പ്രിഫർ ടു ഓഫ്ലൈൻ ക്ലാസ്.